കുറച്ച് മതിയാ? എന്താണ് ഒരു കനം മുഖത്തിന്? എന്താടോ? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയണേൽ എന്തോ ഉണ്ടല്ലോ. എന്തിനാ മുഖം ഇങ്ങനെ കയറ്റി പിടിച്ചിരിക്കുന്നത്? ഒന്നുമില്ല നിങ്ങളല്ലേ പറഞ്ഞത്, പിന്നെ നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കണം. ഒന്നുമില്ല കഴിച്ചൂടെ? എനിക്ക് കുട്ടീനെ ചീത്ത അറിയണ്ട. കുത്തി തിരികണ്ട, തിന്നോട്ടെ, പാകത്തിന് തിന്നോളും. ഇതന്നെയുള്ളൂ ഇവിടെ, വേറെ ഒന്നും ഭക്ഷണമൊന്നുമില്ലേ? എനിക്ക് നല്ല വിശക്കുണ്ട്. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ത്? എത്രാം തീയതി നിങ്ങൾക്കറിയോ? എന്താ കാര്യം? എന്താ? ഇന്നാണ് എന്റെ ഉപ്പാക്ക് മരുന്നിന് പൈസ കൊടുക്കേണ്ട ദിവസം. എത്ര ദിവസം ഞങ്ങളുടെ പിന്നാലെ നടക്കണേ? ഇതൊക്കെ കുറച്ച് കഷ്ടാട്ടോ. എന്തിനാ രാവിലെ ഇവിടുന്ന് അങ്ങനെ എഴുന്നള്ളി പോണത്? എനിക്ക് ശമ്പളം കിട്ടണ്ടേ? ശമ്പളം കിട്ടാതെ ഞാൻ എവിടുന്ന് എടുത്തിട്ടാ പൈസ തരിക? എല്ലാവർക്കും ശമ്പളം കിട്ടി, ഓരോ കാര്യങ്ങൾ ഉണ്ടായി. ഇവിടെ ശമ്പളം ഇല്ല. എനിക്ക് ഭയങ്കര നാണക്കടാ. നിങ്ങൾ ഈ പൈസ എനിക്ക് ഭയങ്കര നാണക്കടാ എന്റെ വീട്ടുകാരെ മുമ്പില്. ഞാൻ എല്ലാ മാസം കൊടുക്കണത് കൊടുത്തേ പറ്റൂ. കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. പൈസ വേണ്ടേ? കയ്യിലില്ലാതെ എവിടുന്ന് എടുത്തിട്ട് തരാനാണ്? നിങ്ങൾ പൈസ വേണ്ടെന്ന് പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? എത്ര നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കുന്ന കയ്യിൽ നല്ല കാശുണ്ടല്ലോ. എന്റെ പരമാടി എന്തെങ്കിലും പറഞ്ഞാ അപ്പൊ അതിന് പൈസ ഇല്ല. ഈ മാസം ആർക്കും ഒന്നും കൊടുക്കില്ല. നിങ്ങൾ എന്തെന്ന് വെച്ചാ കാട്ടിക്കോളി. അതിനാണ് ഈ ഇങ്ങനെ ചാടുന്നത്, കയ്യിൽ പൈസ ഇല്ലാത്തതിന്. എനിക്ക് നാണക്കടാണ്. എന്റെ വീട്ടിലേക്ക് ഞാൻ മാസം മാസം കൊടുക്കാനുള്ള പൈസ കൊടുത്തിലേക്ക് നാണക്കട തന്നെയാണ്. ഞാൻ എന്റെ നാത്തൂമാരെ ആങ്ങളാരെ മുമ്പിൽ നാണം കെട്ടിരിക്കാണ് ഇപ്പൊ. ഒരു മാസത്തിലോ ലേശം ദിവസം വൈകിയ അതിന് വല്ല കുഴപ്പമുണ്ടോ? എന്റെ മാനക്കേട് മാനക്കടനല്ലേ? ഒരു 2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവണേന് എന്താണ് പ്രശ്നമുള്ളത്? എന്ത്? ഈ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നിട്ട് എന്തിനാണ് ചങ്ങാതി ഇങ്ങനെ ചൂടാവണത്? എന്താണ് നിന്റെ പ്രശ്നം? എന്താണ്? ഒരു 2 ദിവസം വീട്ടിലേക്ക് അയക്കാനുള്ള മരുന്നിന്റെ പൈസ ഒരു 2 ദിവസം വൈകിയാലാണത്. നിന്റെ വീട്ടിൽ വേറെ ആളുകളുള്ളതല്ലേ? ഞാൻ മാത്രമാണോ? ഈ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ കിടുകിടുന്ന് പറയണ്ട. എനിക്ക് നല്ല വിശന്നിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഭക്ഷണം എന്താ വെച്ചാൽ എടുത്തിട്ട് വിളമ്പ്. എന്റെ അക്കൗണ്ടിലേക്ക് ഒരു 10,000 രൂപ ഇട്ടിട്ടുണ്ട്. എന്റെ ഉപ്പാക്ക് മരുന്നാ, മറ്റെന്താ ആവശ്യം ചെയ്തു. അപ്പൊ നുണ പറഞ്ഞു തരുന്നല്ലേ? ഇത്രയും ദിവസം അല്ലാത്ത പൈസ ഇപ്പൊ എങ്ങനെ വന്നത്? അല്ല, എനിക്കറിയാം നേരത്തെ തന്നെ പൈസ ഒരാളുടെ കയ്യിൽ ഇല്ലാണ്ടാവുമ്പോ, എന്റെ അടുത്ത് ഇല്ലാതെയാവുമ്പോ നീ എന്നോട് കാണിക്കുന്ന ഒരു തരം കൊനിഷ്ടും പോരും വെച്ചിട്ടുള്ള ഒരു സംസാരവും നിന്റെ മുഖത്തിന്റെ നിറം പോലും മാറും. നിന്റെ ഓരോ ടോണ് പോലും തിരിച്ചറിയുന്ന ആളാണ് ഞാൻ. ചെറിയൊരു മാറ്റം ഉണ്ടായാൽ ഞാൻ അറിയും. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലായ? നീ കരുതണ പോലെയല്ല. ഒന്നും ആരും അറിയണില്ല എന്ന് വിചാരിക്കരുത്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എല്ലാവർക്കും നമ്മളെ വേണ്ടത് പൈസക്ക് വേണ്ടിയിട്ടാണ്. പൈസ ഇല്ലെങ്കിൽ നമ്മളതിനെ വെറും വേസ്റ്റ്. ഇപ്പൊ പെരുമാറ്റത്തിൽ വ്യത്യാസം വരും, സ്നേഹത്തിൽ വ്യത്യാസം വരും. ഇന്ന് ഞാൻ വിശന്ന് പൊരിഞ്ഞിട്ടാണ് പുറത്തുനിന്ന് അവിടെ വന്നിട്ട് ആ കുട്ടിയുടെ മുന്നിൽ ഇരുന്നിട്ട് ഭക്ഷണത്തിന് നിന്നോട് യാചിച്ചത്. തന്നാ? ഒരു പിടി അന്നം അത് കൊടുക്കണ സമയത്ത് പോലും ആ ഒരു എന്താ പറയാ, ആ ഒരു കിബറ്, ദുഷ്ടത്തരം, അതാ കുട്ടിയും കൂടിയും കണ്ട് പഠിക്കുകയാണ്. ഒരു ഉമ്മ വാപ്പാനോട് എങ്ങനെയാണ് പെരുമാറണം എന്നുള്ളത്. ഉപ്പാന്റെ കയ്യിൽ പൈസ ഇല്ലാതെ ആകുമ്പോൾ
ഉപ്പാനോട് ഉമ്മ കാണിക്കണ സ്നേഹവും പൈസ ഉള്ള സമയത്ത് ഉപ്പ കാണിക്കുന്ന സ്നേഹവും ഇതൊക്കെ വേർതിരിച്ചാനുള്ള അറിയാനുള്ള പ്രായം ആ കുട്ടിക്കായിട്ടുണ്ട്. നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാ? ഏ പെട്ടെന്ന് ഞാൻ ദേഷ്യം വന്നപ്പോ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ കൂടുതലായിട്ടൊന്നും അതിനെ കുറിച്ച് ആലോചിക്കല്ലേ. ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാൻ അതാ പറഞ്ഞത്, മനുഷ്യൻ എന്ന് പറയുന്നത് ഉണ്ടല്ലോ ഊന്തിന്റെ പോലെയാണ് ചില മനുഷ്യർ. അവർ പെട്ടെന്ന് നിറം മാറും. ഏ അത് നീ ആയാലും ശരി, വേറൊരു പെണ്ണുങ്ങളായാലും ശരി, അതങ്ങനെയാണ്. ചില ആൾക്കാരുടെ ഒരു 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 എന്താ പറയാ, ഒരു യോഗ, ഒരു വിദ്യയാണത്. മനസ്സിലായോ? അല്ല ഇപ്പൊ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള തരത്തിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതിൽ പൈസ ഉള്ളപ്പോ ഭയങ്കര ധാരാളിത്തത്തിൽ ജീവിക്കുക, അല്ലെങ്കിൽ എപ്പോഴും പൈസ ഉണ്ടാവുക, അങ്ങനെയൊന്നുമില്ല. പൈസ ഉണ്ടാക്കുന്നത് ഭയങ്കര മഹത്തരായ ഒരു കാര്യമൊന്നുമല്ല. ചില ആൾക്കാരുടെ കയ്യിൽ പൈസ ധാരാളമായിട്ട് വരും, ഇക്ക ചിലരുടെ ഞാൻ കയ്യിലൊന്നും. അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല, അല്ല, ഈ പെട്ടെന്ന് വിചാരിച്ചത് എന്തോ ആവട്ടെ, അത് ഇനി പറയണ്ട. പക്ഷെ ഇത് നിന്നെ പഠിപ്പിക്കാൻ, നിന്നെ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. ഓർമ്മ ഉണ്ടായിക്കോട്ടെ. ഇക്ക ഇക്ക